എൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. ആ നാടകത്തിൽ അഭിനയിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു നാടകം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കാണാനിടയായി. അങ്ങനെ ആ ഫാമിലി ഫ്രണ്ട് എൻ്റെ ഫസ്റ്റ് പടത്തിന്, അതായത് ബക്കർ സാർ, PA ബക്കർ സാർ, ഡയറക്ടർ PA ബക്കർ, അദ്ദേഹത്തിൻ്റെ പുതിയ ഉണർത്തുപാട്ടെന്ന ചിത്രത്തിന് നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ നാടകം കണ്ടിട്ട് എൻ്റെ ആ ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ഹരികുമാർ, അദ്ദേഹം ബക്കർ സാറിനോട് ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച്, കനകലത എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കുട്ടി അഭിനയിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ, ഇപ്പം അഭിനയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു ശരി, കുട്ടിയുടെ ഫോട്ടോ ഒന്ന് കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മിസ്റ്റർ ഹരികുമാർ എൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് ബക്കർ സാറിനെ കാണിക്കുകയും ആ ഫോട്ടോ കണ്ടിട്ട് എന്നെ ഫിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഫസ്റ്റ് ഫിലിം ഉണർത്തുപാട്ട്. പക്ഷേ അത് 79-ലായിരുന്നു ആ ഫിലിമിൻ്റെ ഷൂട്ടിങ്. അതെല്ലാം പുതുമുഖങ്ങളായിരുന്നു, നായികയും നായകനും പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം പുതുമുഖങ്ങളായിരുന്നു. പിന്നെ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ ആ പടം, എൻ്റെ ഫസ്റ്റ് പടം റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫസ്റ്റ് പടം റിലീസ് ചെയ്യാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാളും എൻ്റെ റിലീസായ ചിത്രമുണ്ട്. എൻ്റെ ഫസ്റ്റ് പടം റിലീസ് ആയതിൽ കാട്ടിലെ പാട്ടെന്ന് പറഞ്ഞ KP കുമാരൻ സാറ് ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് കാട്ടിലെ പാട്ട്. ഞാൻ ഫീൽഡിൽ വരുമ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കത്തി നിന്ന നായികമാരായിരുന്നു പൂർണിമ ജയറാം, ശാന്തികൃഷ്ണ, മേനക, അംബിക, ജലജ തുടങ്ങിയ നായികമാർ. അപ്പോൾ അവർ ജൂനിയറായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഫീമെയിൽ ആർട്ടിസ്റ്റുകളിൽ നായികമാർ പലരും തമിഴ് ടച്ചുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ അവർ ഡബ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഡബ് ചെയ്യാം, എൻ്റെ വോയിസ്, ഞാൻ മലയാളി ആയതുകൊണ്ട് വോയിസ് കുഴപ്പമില്ലയെന്ന് ഡയറക്ടർ പറഞ്ഞു. തനിക്ക് ഡബ് ചെയ്യാം, അഭിനയത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ താൻ രക്ഷപ്പെടും, നാളത്തെ ഒരു നല്ലൊരു നായികയാവും. ഞാൻ ഒരുപാട് മോഹിച്ചു, കാരണം അങ്ങനെയാണ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചത്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യദോഷമായിരിക്കാം, ആ പടം അത്ര പ്രതീക്ഷിച്ചതിൻ്റെ അത്ര അങ്ങോട്ട് വിജയിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നായികയായിട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ആ ഡയറക്ടർ എനിക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക, ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. പൊന്മുടിയായിരുന്നു ലൊക്കേഷൻ. ഞാൻ ആദ്യമായിട്ടായിരുന്നു പൊന്മുടി പോയതും. ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ, എൻ്റെ ഫസ്റ്റ് പടം ഞാൻ പറഞ്ഞില്ല, എല്ലാം പുതുമുഖങ്ങളായിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റുകളായിട്ട് സുകുമാരിയമ്മ ഉണ്ടായിരുന്നു. എനിക്ക് സുകുമാരിയമ്മ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. സുകുമാരിയമ്മ ഞാൻ ഒരു റൂമിലായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ ബ്രദറായിരുന്നു അന്ന് ഷൂട്ടിങ്ങിന് വന്നത്. അപ്പം പിന്നെ ഒരു പുരുഷൻ വേണ്ട എന്ന് വെച്ചിട്ട് കുറച്ച് സീനിയർ ആർട്ടിസ്റ്റായ ആ അമ്മയുടെ കൂടെ ആയിരുന്നു എനിക്ക് അക്കോമഡേഷൻ തന്നത്. കാരണം എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ തന്നോട്ടെ. ഞാൻ അന്ന് ഒരു നാണം കുടുങ്ങി പെണ്ണായിരുന്നു. ഇപ്പോഴത്തെ പെൺപിള്ളേർ ഒരു സ്മാർട്ട്നെസ് ഒന്നും അന്ന് എനിക്കില്ലായിരുന്നു. ശരിക്കും ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന പെൺകുട്ടി ആയതുകൊണ്ട് ആ സിനിമയിൽ വലിയ ആളാകണമെന്നുള്ള അതിമോഹം എനിക്കുണ്ട്. പക്ഷേ എനിക്കതെങ്ങനെ ഇടപെടണം, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അതിനുള്ള പോംവഴി എന്താ, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അമ്മ, എനിക്ക് സുകുമാരി അമ്മ ഒരുപാട് ക്ലാസ് തന്നു. അവരെയൊക്കെ കണ്ട് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. രാവിലെ വളരെ ചിട്ടയോടെയുള്ള ജീവിത ശൈലിയാണ് അവരുടെയൊക്കെ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷനെ വലിയ ഗുരുത്വത്തോടെ കാണുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ എൻ്റെ ഒരു തുടക്കം ഇങ്ങനെ കുറച്ച് നെടുമുടി വേണിച്ചേട്ടൻ, വേണുനാഗവള്ളി ചേട്ടൻ, പിന്നെ സുകുമാരി അമ്മ, ശ്രീനി ചേട്ടൻ, അങ്ങനെ കുറേ ബാലങ്കേ നായർ, ബാലങ്കേ നായർ സാറ്, കവിയൂർ പൊന്നമ്മ, ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഫിലിമായിരുന്നു അത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളായിട്ട് നിന്ന് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്തപ്പം അത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യത്തെ ക്യാമറാമാൻ ആരെന്ന് ചോദിച്ചാൽ, ഞാൻ അഭിനയിച്ച ഉണർത്തുപാട്ടെന്ന് പറഞ്ഞ റിലീസാകാത്ത ചിത്രമുണ്ടല്ലോ, അതിൻ്റെ ക്യാമറമാൻ ബിപിൻ ദാസ് സാറായിരുന്നു. എന്നെ സാറ് ലതാ മങ്കേഷ്കർ എന്നാണ് വിളിക്കുന്നത്. ലതാ മങ്കേഷ്കർ. അപ്പോൾ ഞാൻ പറയും, എൻ്റെ സാറേ, അത്രയും വലിയ ലോകം കണ്ട വലിയൊരു ഗായികയുടെ പേരൊന്നും ഇട്ട് എന്നെ വിളിക്കല്ലേ, ഞാൻ അതൊന്നും കേൾക്കാൻ അർഹതപ്പെട്ട ആളല്ല. പറയാൻ പറ്റൂല, താൻ ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആവില്ല എന്ന് ആര് കണ്ട്. ശരി, ആയിക്കോട്ടെ സാറ്. എന്നെ ആ പടത്തിൻ്റെ വർക്ക് തീരുന്നവരെ, ഫസ്റ്റ് പടം ഉണർത്തുപാട്ടിൻ്റെ വർക്ക് തുടക്കം തൊട്ട് തീരുന്നത് വരെ സാറെന്നെ ലതാ മങ്കേഷ്കർ എന്നായിരുന്നു വിളിക്കുന്നത്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു. ആദ്യ തിരക്കഥ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഉണർത്തുപാട്ടിൻ്റെ തിരക്കഥ ബക്കർ സാർ തന്നെയായിരുന്നു. കാട്ടിലെ പാട്ടിൻ്റെത് ഡയറക്ടർ സാറിൻ്റെ തന്നെ ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് നമുക്ക് ഇത്രയൊന്നും പക്വതയും വിവരമൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞ കണക്ക് അഭിനയിക്കാൻ വരുന്നു, നമുക്ക് കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു തരുന്നു,
ചിലപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ തരുന്നു. ഇതെല്ലാം ഡയറക്ടർ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന പടത്തിന് ലൊക്കേഷനിൽ സ്ക്രിപ്റ്റ് റൈറ്റ് വരാറുണ്ട്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടതാണ്ട് ഇത് കനകലത, ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ ചേച്ചി ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് വന്ന് നമ്മളെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പരിചയപ്പെടാറുണ്ട്. പക്ഷേ അന്നൊരു 10-20 വർഷം മുമ്പ് അങ്ങനെ ഒരു ഇത് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. നമുക്കൊണ്ട് സ്ക്രിപ്റ്റ് തരും, മിക്കവാറും ഡയറക്ടർ തന്നെ ആയിരിക്കും നമ്മൾ അഭിനയിക്കുന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഞാൻ അഭിനയിച്ച ഉണർത്തുപാട്ടായാലും കാട്ടിലെ പാട്ടായാലും ഇത് രണ്ടും ഈ ഡയറക്ടേഴ്സിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് എടുത്ത ഷോട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വള ഊരാൻ വയ്യ, ഭയങ്കര ഇത്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് വള കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരി ഹസ്ബൻഡിന് കൊണ്ട് കൊടുത്തിട്ട് ഉള്ളൊരു ഡയലോഗാണ്. പോയിട്ട് ഇത് എപ്പോഴാണ് വരുന്നത്, എവിടെ ഇത് കൊണ്ട് കൊടുക്കുന്നത്, എനിക്ക് പേടിയാണ്, ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ട് ചേട്ടൻ എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തോളെ തട്ടി ആശ്വസിപ്പിച്ചിട്ട് ഈ പൊന്നും കൊണ്ട് പോകുന്നതാണ് ഫസ്റ്റ് എടുത്ത ഷോട്ട്. നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു നായകനല്ലേ, വളരെ പക്വതയായിരുന്നു, പ്രായത്തിൻ്റെ അപ്പുറം പക്വത കാണിക്കുന്ന ഒരു നടനായിരുന്നു. എനിക്ക് കുറേ നല്ല എൻ്റെ ഫസ്റ്റ് ജോഡി എനിക്ക് ഒരുപാട് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിനയിക്കാനുള്ള അഭിനയത്തിൻ്റെ ചില സാങ്കേതിക വശങ്ങളും ക്യാമറ ആംഗിളിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല ക്ലാസ് അദ്ദേഹം എനിക്ക് തന്നു. ഓരോ ഫ്രെയിമിലും അദ്ദേഹം എന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അന്ന് കുറേ പടത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള നടനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ ഒരു റിലീസായ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റ്. പിന്നെ നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഒരുപാട്. പിന്നെ ഡയലോഗ് ഈ ഈ പ്രസൻറ്റേഷനെ കുറിച്ചും ഒപ്പം നമ്മുടെ മണിയമ്പിള്ള രാജു ചേട്ടൻ അങ്ങനെ കുറേ പേര് ആ ഫസ്റ്റ് നായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു അദ്ദേഹം ചെയ്തത്. വേണു നാഗവള്ളി. ഞാൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ഡബ്ബിങ് ഇവിടെ തന്നെയായിരുന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. കാട്ടിലെ പാട്ടിലും ഡബ്ബിങ്ങിന് പോയപ്പോഴത്തേക്ക് മറ്റ് സഹ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. വേണു നാഗവള്ളി ചേട്ടനുണ്ടായിരുന്നു, സാറ് KP കുമാരൻ സാറ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ തന്നെ, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലല്ലാതെ തിയേറ്ററിൻ്റെ അകത്ത് വന്ന് കുറേ നിർദ്ദേശങ്ങളും ഡയലോഗ് പ്രസൻറ്റേഷൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. കുഴപ്പമില്ലാതെ ഡബ് ചെയ്തു. പക്ഷെ പടം റിലീസായി കണ്ടപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. അതെനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഓരോ ക്യാരക്ടർ അഭിനയിച്ച് കഴിയുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പം അയ്യോ അത് ആ സ്റ്റൈലിൽ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, ഈ സ്റ്റൈലിൽ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, അതിപ്പോഴും തോന്നാറുണ്ട്. കാട്ടിലെ പാട്ടിൽ സോങ് ഉണ്ടായിരുന്നു, അത് വേണുചേട്ടനും ഞാനും കൂടെ ആയിരുന്നു ആ സോങ്ങിൽ. അത് ആ കല്ലാർ സ്ഥലത്ത്, കല്ലാറെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പാറയുടെയൊക്കെ പുറത്തും ആ പൊന്മുടി ഗസ്റ്റ് ഹൗസിൻ്റെ ആ ഭാഗത്ത് ആ ഗാർഡൻ അവിടെയൊക്കെയായിരുന്നു ഫസ്റ്റ് സോങ് ഷൂട്ട് ചെയ്തത്. ആദ്യം സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചുടുപ്പോടെയാണ് തിയേറ്ററിൽ പടം കാണാൻ പോയത്. കുറേ ഒരു 6:30-ക്കുള്ള ഷോയ്ക്ക് 5:30 ആയപ്പോഴേ തിയേറ്ററിലെത്തി. നോക്കി കാട്ടിലെ പാട്ട് സിനിമ കാണാൻ തിയേറ്ററിൽ ആളൊക്കെ ഉണ്ടോ നോക്കി, ഒരു എല്ലാം കൂടെ ഒരു 250-300 ആളുണ്ടായിരുന്നു. കാരണം അത് എന്നിട്ട് എനിക്ക് പടം തുടങ്ങി എനിക്കെങ്കിൽ ഭയങ്കര നെഞ്ചിടിപ്പ് തുടങ്ങി. ഈശ്വര എൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ഡബ്ബിങ്ങിൽ കണ്ടു എങ്കിലും അതുപോലെ അല്ലല്ലോ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാരൊക്കെ കമൻസ് അടിക്കുമോ ഒന്ന്. എൻ്റെ സ്ഥലം കൊല്ലമാണ്, കൊല്ലത്തുള്ള ആരാധന തിയേറ്ററിലാണ് ഈ പടം റിലീസായതും ഞാൻ കാണാൻ പോയത്. അർച്ചന ആരാധനയിൽ അന്ന് ആ തിയേറ്റർ ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ഇവിടുന്ന് ഇങ്ങനൊരു അടിവറ്റിന്നൊരു ഇങ്ങനെ വെപ്രാളം വരുമല്ലേ, ആ വെപ്രാളത്തോടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ നല്ല കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നു സ്ക്രീനിൽ കണ്ടപ്പോൾ. ഇത് ഭയങ്കര സന്തോഷം തോന്നി. ഈശ്വര, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ്, അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലത്തൊക്കെ ഞാൻ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ അന്നത്തെ നായികമാർ എനിക്ക് കൊച്ചിലെ ഓർമ്മ ഒരുമാതിരി സിനിമ കാണാൻ തുടങ്ങുന്ന പ്രായമുണ്ടല്ലോ, ഓർമ്മ വയ്ക്കുന്ന ഒരു 3, 4, 5 വയസ്സ് സമയത്തൊക്കെ അന്ന് സിനിമ കാണാൻ പോകുമ്പോൾ അന്ന് ഉള്ള നായികമാർ ഷീലാമ്മയും KR വിജയ, ശാരദ ഇങ്ങനെ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ പടം കാണുമ്പം എനിക്കും എൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ പ്രതിരൂപം എനിക്ക് ഇതുപോലെ സ്ക്രീനിൽ കാണാൻ പറ്റുമോ, ദൈവം എനിക്ക് അതിനുള്ള അവസരം തരണേ എന്ന് എനിക്ക് ചെറുപ്പത്തിലെ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ വളർന്നപ്പം കൂടി വന്നു. ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഒരു കമ്പമായിരുന്നു. ഇതുപോലെ ഞാൻ സങ്കല്പിക്കും ഇപ്പോൾ ആ നിൽക്കുന്ന
ഷീലാമ്മയുടെ സ്ഥാനത്ത്, അതായത് തുലാഭാരത്തിൽ അഭിനയിക്കുന്ന പിന്നെ ശാരദാമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലെ ഒരു പെണ്ണിൻ്റെ കഥയിലെ ഷീലാമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടിയതാണ് ഈ സിനിമാ നടിയാകണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ എൻ്റെ പടം ഈ കാട്ടിലെ പാട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര സന്തോഷവും വെപ്രാളവും എന്താ ഒരു പേടിയും. അടുത്തിരിക്കുന്നവരിന് തിയേറ്ററിൽ നിന്ന് പടം സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇനി ആൾക്കാർ ഏത് രീതി പ്രതികരിക്കും എന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു നെഞ്ചിടിപ്പും ആകെ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്.